പ്രിയപ്പെട്ടവരെ, ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. കോതമംഗലത്തെ TTC വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിൽ ആൺ സുഹൃത്ത് റമീസ് കസ്റ്റഡിയിൽ. പ്രതിക്കെതിരെ ആത്മഹത്യാ പ്രേരണ, ശാരീരിക ഉപദ്രവം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി. മതം മാറാൻ നിർബന്ധിച്ചുവെന്ന ഗുരുതര ആരോപണം ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. റമീസ് മർദ്ദിച്ചതിന്റെ തെളിവുകൾ വാട്സപ്പ് ചാറ്റിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. റമീസിന്റെ വീട്ടുകാരെയും ഉടൻ പ്രതി ചേർക്കുമെന്നറിയുന്നു. ഇയാൾ ലഹരി കേസിൽ പ്രതിയാണെന്നും പോലീസ് പറയുന്നു. വിവരങ്ങളുമായി SS ശരണുണ്ട്. ശരൺ, റമീസിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഇവരുടെ വാട്സപ്പ് ചാറ്റുകൾ പരിശോധിച്ചപ്പോൾ നിർണായക തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ടോ ശരൺ? അരുൺകുമാർ, തീർച്ചയായിട്ടും നിർണായക തെളിവുകൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് റമീസിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. റമീസിന്റെ വീടിന്റെ പരിസരത്ത് നിന്നാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രധാനപ്പെട്ട 2 വകുപ്പുകളാണ് റമീസിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഒന്ന് ആത്മഹത്യാ പ്രേരണയാണ്. ഇതിന് പുറമെ ശാരീരിക ഉപദ്രവത്തിന്റെ വകുപ്പ് കൂടി ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഗുരുതരമായിട്ടുള്ള ആരോപണം സോനയുടെ വീട്ടുകാർ ഉന്നയിച്ചിരുന്നതാണ്. അതായത് സോനയെ റമീസിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വീട്ടിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചു എന്നുള്ളത് പറഞ്ഞിരുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ശാരീരിക ഉപദ്രവത്തിന്റെ വകുപ്പ് ചുമത്തിയിരുന്നത്. ഒപ്പം തന്നെ ഈ റമീസ് സോനയെ മർദ്ദിച്ചതിന്റെ തെളിവുകൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് വാട്സപ്പ് ചാറ്റുകളിൽ നിന്നാണ് പോലീസ് അത് കണ്ടെടുക്കുകയും ചെയ്തിരിക്കുന്നത്. റമീസും സോനയും തമ്മിൽ വാട്സപ്പ് ചാറ്റ് നടത്തിയിരുന്നു ഈ സംഭവത്തിന് പിന്നാലെ. അപ്പോഴാണ് തന്നെ എന്നെ നീ മർദ്ദിച്ചില്ലേ എന്ന് സോന അതിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതടക്കമുള്ള തെളിവുകളാണ് ലഭിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് താൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു, അതായത് ഈ വീട്ടിലെ സംഭവത്തിന് പിന്നാലെ താൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് സോന ഈ വാട്സപ്പ് ചാറ്റിൽ റമീസിനോട് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ റമീസ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നീ ആത്മഹത്യ ചെയ്തോളൂ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആത്മഹത്യാ പ്രേരണ വകുപ്പും ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. എന്തായാലും ഇയാളുടെ അറസ്റ്റ് നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. റമീസിന് എതിരെ നേരത്തെയും കേസുകളുണ്ടെന്നുള്ളത് കൂടിയാണ് പോലീസ് പറയുന്നത്. അതായത് ഇയാൾ നേരത്തെ ലഹരി കേസിലെ പ്രതിയായിരുന്നു എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ റമീസിൻ്റെ വീട്ടുകാർ, റമീസ് ഈ സോനയെ മർദ്ദിക്കുന്ന സമയത്ത് റമീസിൻ്റെ വീട്ടുകാരും കൂട്ടുനിന്നു എന്നുള്ള ഒരു കണ്ടെത്തലിലേക്ക് കൂടി പോലീസ് എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ റമീസിൻ്റെ വീട്ടുകാരെയും പ്രതി ചേർക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളതും ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുണ്ട്.